തൊഴിലിനായും ബിസിനസ്സിനായും UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ വസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സാമ്പത്തിക ജീവിതത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന രേഖയാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ്. ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും വസ്തുവകകൾ വാങ്ങുന്നതിനും ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിക്കുന്നതിനും എന്തിനേറെ കൃത്യമായി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും പാൻ കാർഡ് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ സമീപകാലത്ത് ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരങ്ങളെ തുടർന്ന് നിരവധി പ്രവാസികളുടെ പാൻ കാർഡുകൾ ഇന്നോപ്പറേറ്റീവ് അഥവാ നിഷ്ക്രിയമായി മാറിയ സംഭവം വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് താമസം മാറിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ പാൻ വിവരങ്ങൾ നികുതി വകുപ്പിന്റെ ഡേറ്റാബേസിൽ സ്വയം മാറുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതാണ് ഭൂരിഭാഗം പ്രവാസികളെയും ഈ സാമ്പത്തിക കുരുക്കിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ നിയമപ്രകാരം പാൻ നമ്പറും വ്യക്തിഗത സാമ്പത്തിക ഐഡന്റിറ്റിയും ജീവിതകാലം മുഴുവൻ മാറ്റമില്ലാതെ തുടരുമെങ്കിലും അതിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന വിലാസത്തിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അടുത്ത ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നാട്ടിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനോ മുമ്പ് UAE പ്രവാസികൾ അവരുടെ പാൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ആദായ നികുതി വകുപ്പ് 2023 ജൂലൈ 1 മുതൽ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്ത വ്യക്തികളുടെ പാൻ കാർഡുകൾ ഇന്നോപ്പറേറ്റീവ് ആക്കി മാറ്റിയിരുന്നു. എന്നാൽ നിലവിലുള്ള ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ വസിക്കാത്ത നോൺ റെസിഡന്റുകൾക്ക് പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നിർബന്ധമല്ല. എങ്കിലും എന്തുകൊണ്ടാണ് പതിനായിരക്കണക്കിന് UAE പ്രവാസികളുടെ പാൻ കാർഡുകൾ നിഷ്ക്രിയമായത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരാം. ഇതിന് പ്രധാന കാരണം നികുതി വകുപ്പിന്റെ ഡേറ്റാബേസിൽ വ്യക്തികളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൃത്യമായി രേഖപ്പെടുത്താത്തതാണ്. നികുതി വകുപ്പിന്റെ സംവിധാനത്തിൽ ഒരാൾ റെസിഡന്റ് ഇന്ത്യനായി തന്നെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ആധാർ ലിങ്ക് ചെയ്യേണ്ടതുണ്ടെന്ന പൊതുനിയമം സിസ്റ്റം ബാധകമാക്കുന്നു. വിദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി താൻ പ്രവാസിയാണെന്ന വിവരം ഔദ്യോഗികമായി നികുതി വകുപ്പിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ സിസ്റ്റം അവരെ ഇന്ത്യയിലെ സാധാരണ നികുതിദായകനായി കണക്കാക്കുകയും നിശ്ചിത തീയതിക്കകം ആധാർ ലിങ്ക് ചെയ്യാത്തതിനാൽ പാൻ ഇന്നോപ്പറേറ്റീവ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. മുൻപത്തെ 3 അസസ്മെന്റ് വർഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നോൺ റെസിഡന്റായി ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ച പ്രവാസികളുടെയോ അല്ലെങ്കിൽ മുൻകൂട്ടി ജുറിസ്ഡിക്ഷണൽ അസിസ്റ്റിംഗ് ഓഫീസറെ വിവരം അറിയിച്ചവരുടെയോ NRI സ്റ്റാറ്റസ് നികുതി വകുപ്പ് തങ്ങളുടെ ഡേറ്റാബേസിൽ സ്വമേധയാ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി റിട്ടേൺ ഫയൽ ചെയ്യാത്തവരും പ്രവാസി സ്റ്റാറ്റസ് രേഖപ്പെടുത്താത്തവരുമായ വ്യക്തികളാണ് നിലവിൽ പാൻ നിഷ്ക്രിയമായതിനെ തുടർന്ന് പ്രയാസങ്ങൾ നേരിടുന്നത്. പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആകുന്നത് അത് റദ്ദാക്കപ്പെടുന്നതിന് തുല്യമല്ലെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിഷ്ക്രിയമായ പാൻ ഉപയോഗിച്ചും ഒരാൾക്ക് സാങ്കേതികമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയും. എങ്കിലും പ്രവാസികളുടെ നിത്യേനയുള്ള സാമ്പത്തിക ഇടപാടുകളെയും നിക്ഷേപങ്ങളെയും സാരമായി ബാധിക്കുന്ന നിരവധി തടസ്സങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ പ്രധാന പ്രത്യാഘാതം ഉയർന്ന നിരക്കിലുള്ള നികുതി ഈടാക്കലാണ്. നിങ്ങളുടെ പാൻ നിഷ്ക്രിയമാണെങ്കിൽ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശയ്ക്കോ വസ്തു വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയ്ക്കോ അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങൾക്കോ നൽകേണ്ട നികുതി സ്രോതസ്സിൽ കിഴിവ് ചെയ്യുന്നത്, അതുപോലെ സ്രോതസ്സിൽ ശേഖരിക്കുന്ന നികുതി എന്നിവ നിശ്ചിത നിരക്കിനേക്കാൾ വളരെ ഉയർന്ന നിരക്കിലായിരിക്കും ഈടാക്കുക. ഇതുകൂടാതെ ആദായ നികുതി വകുപ്പിൽ നിന്ന് തിരികെ ലഭിക്കേണ്ട ടാക്സ് റീഫണ്ടുകളും അവയ്ക്കുള്ള പലിശയും തടഞ്ഞു വെക്കപ്പെടാനും സാധ്യതയുണ്ട്. ബാങ്കിംഗ്, മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും വലിയ പ്രതിസന്ധികൾ ഇത് സൃഷ്ടിക്കുന്നു. NRO ബാങ്ക് അക്കൗണ്ടുകളിൽ KYC നൽകുന്നതിനും മ്യൂച്വൽ ഫണ്ടുകളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും പഴയ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനും ഇത്തരം പാൻ കാർഡുകൾ തടസ്സമാകുന്നു. പിന്നീട് ITR ഫയൽ ചെയ്ത് അധികമായി ഈടാക്കിയ TDS തിരികെ ആവശ്യപ്പെടാമെങ്കിലും പാൻ സജീവമാകുന്നതുവരെ റീഫണ്ട് തുക അക്കൗണ്ടിലേക്ക് എത്തുവാൻ വലിയ കാലതാമസം നേരിടേണ്ടി വരും. പാൻ കാർഡിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറ്റുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ഓരോ വർഷത്തെയും നികുതി ബാധ്യത നിശ്ചയിക്കപ്പെടുന്നില്ല എന്നത് പ്രവാസികൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തി എത്ര ദിവസങ്ങൾ ഇന്ത്യയിൽ താമസിച്ചു എന്ന കണക്കും അവരുടെ വരുമാനത്തിന്റെ ഉറവിടവും അടിസ്ഥാനമാക്കിയാണ് ഓരോ വർഷത്തെയും ടാക്സ് റെസിഡൻസി നിശ്ചയിക്കുന്നത്. UAEയിൽ ജോലി ചെയ്യുന്നതോ വിസയുള്ളതോ കൊണ്ട് മാത്രം ഒരാൾ താനെ നോൺ റെസിഡന്റ് ആകണമെന്നില്ല. ഇന്ത്യയും UAEയും തമ്മിൽ ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ നിലവിലുണ്ട്. ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലുമായി ഒരേ വരുമാനത്തിന് 2-3 തവണ നികുതി നൽകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ കേവലം ഒരു പ്രവാസി പാൻ കാർഡ് കൈവശമുണ്ടെന്ന കാരണം കൊണ്ട് മാത്രം ഈ ആനുകൂല്യം ലഭ്യമാകില്ല. ഇതിനായി UAE ടാക്സ് അതോറിറ്റി നൽകുന്ന ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റും അതോടൊപ്പം ഫോം 10F കൃത്യമായി സമർപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആദായ നികുതി പോർട്ടലിൽ നിങ്ങളുടെ പാൻ വിവരങ്ങൾ NRI എന്ന് അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് ബാങ്കുകളിലെ വിവരങ്ങൾ താനെ മാറുകയുമില്ല. നിങ്ങൾ ഇടപാട് നടത്തുന്ന ഓരോ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും വിദേശ വിലാസവും പാസ്പോർട്ട് പകർപ്പും നൽകി KYC വെവ്വേറെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് വെരിഫൈ യുവർ പാൻ സർവീസ് വഴി ഏത് പ്രവാസിക്കും നിങ്ങളുടെ പാൻ കാർഡിലെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം പാൻ ഓപ്പറേറ്റീവ് ആണോ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രവാസി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പാൻ കാർഡ് നിലവിൽ ഓപ്പറേറ്റീവ് ആണെങ്കിൽ പ്രത്യേകമായി യാതൊരു മാറ്റങ്ങളും വരുത്തേണ്ടതില്ല. എന്നാൽ പ്രവാസി
പ്രവാസി സ്റ്റാറ്റസ് രേഖപ്പെടുത്താത്തതിനാൽ നിങ്ങളുടെ പാൻ ഇനോപ്പറേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് തിരികെ ഓപ്പറേറ്റീവ് ആക്കാൻ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇൻകം ടാക്സ് പോർട്ടലിലെ നോ യുവർ AO സേവനം ഉപയോഗിച്ച് നിങ്ങളുടെ ജുറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസറെ കണ്ടെത്തുകയാണ് ആദ്യപടി. തുടർന്ന് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് NRI എന്ന് മാറ്റി നൽകാനും പാൻ കാർഡ് സജീവമാക്കാനും ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കണം. ഈ അപേക്ഷയോടൊപ്പം പാൻ കാർഡിന്റെ പകർപ്പ്, പാസ്പോർട്ടിന്റെ പ്രസക്തമായ പേജുകളുടെ പകർപ്പ്, UAE റെസിഡൻസ് വിസ അല്ലെങ്കിൽ എമിറേറ്റ്സ് ID, കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് താമസിച്ച ദിവസങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകൾ എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട്. നികുതി വകുപ്പ് വ്യക്തമാക്കുന്നതനുസരിച്ച് വെബ്സൈറ്റിലെ ഓൺലൈൻ പ്രൊഫൈൽ എഡിറ്റ് ചെയ്താൽ മാത്രം ഇനോപ്പറേറ്റീവ് പാൻ സജീവമാകില്ല. അസസിംഗ് ഓഫീസർ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമേ പാൻ സ്റ്റാറ്റസ് മാറ്റി ഓപ്പറേറ്റീവ് ആക്കുകയുള്ളൂ. സാമ്പത്തിക വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലോ അല്ലെങ്കിൽ അടിയന്തരമായി നാട്ടിലൊരു സാമ്പത്തിക ഇടപാട് നടത്തേണ്ടി വരുമ്പോഴോ പാൻ കാർഡ് നിഷ്ക്രിയമാണെന്നറിയുന്നത് വലിയ മനപ്രയാസങ്ങൾക്ക് കാരണമാകും. ആയതിനാൽ UAEയിലുള്ള ഓരോ ഇന്ത്യൻ പ്രവാസിയും ഉടൻ തന്നെ ഇൻകം ടാക്സ് പോർട്ടലിൽ കയറി നിങ്ങളുടെ പാൻ കാർഡ് സ്റ്റാറ്റസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ആവശ്യമെങ്കിൽ അസസിംഗ് ഓഫീസറെ സമീപിച്ച് രേഖകൾ പുതുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.